ഗോതമ്പ് അഗ്നിയിൽ പാകം ചെയ്താൽ അത് വെണ്മയുള്ള ഓസിയായി തീരുന്നു. മുന്തിരി ചക്കിലിട്ട് ഞെക്കി ഞെരുക്കുമ്പോൾ അത് മുന്തിരി ചാറായി മാറുന്നു. വീണ്ടും അധിക നാൾ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ അത് വീര്യമുള്ള വീഞ്ഞായി മാറുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളും ഒക്കെ അഗ്നിയിൽ പാകം ചെയ്താൽ, ചക്കിലിട്ട് ഞെക്കി ഞെരുക്കിയാൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈശോയുടെ മുഖം ദർശിക്കാനാവും. ഇത് പറഞ്ഞത് വിശുദ്ധ അൽഫോൻസാമ്മ. കുടമാളൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ മുട്ടത്തുപാടം തറവാട്ടിൽ ജനിച്ച ഒരു സാധാരണ പെൺകുട്ടി. നമ്മളെ പോലെ തന്നെ ഈ ലോകത്തിലേക്ക് വന്ന് സഹനങ്ങൾ ചോദിച്ചു വാങ്ങി ഈശോയ്ക്ക് വേണ്ടി സാക്ഷി വഹിച്ച സഹനത്തിന്റെ പുത്രി. ലോകദൃശ്യ അധികമാരാരും അറിയപ്പെടാതെ ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ എന്ന് അറിയപ്പെടുന്ന മഹനീയമോ മഹത്തരീയമായ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ കടന്നുപോയ വിശുദ്ധ അൽഫോൻസാമ്മ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ജൂലൈ 28. തിരുനാൾ ദിനത്തിന്റെ മംഗളാശംസകൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. മറ്റു വിശുദ്ധരെ പോലെ പഞ്ചക്ഷരം ഏറ്റിട്ടുണ്ടെന്നോ രക്തസാക്ഷിത്വ മകുടം അണിഞ്ഞിട്ടുണ്ടെന്നോ വിശുദ്ധ അൽഫോൻസാമ്മയെ പറ്റി ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. മറിച്ച് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം സഹനത്തിന്റെ ഒരു തീർത്ഥയാത്രയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു സഹനമെങ്കിലും കിട്ടിയില്ല എങ്കിൽ അവൾ ഈശോയോട് ചോദിക്കും, ഈശോയെ, നിനക്കെന്നോട് വെറുപ്പാണോ? എന്തേ നീ എനിക്ക് സഹനങ്ങൾ തന്നില്ല എന്ന്. അത്രയേറെ സഹനത്തെ സ്നേഹിച്ചിരുന്ന വിശുദ്ധിയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞില്ലാതാകുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി അലിഞ്ഞില്ലാതായ ഒരു ജീവിതം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവർക്ക് പ്രകാശമാകുവാനും അവരുടെ വഴികളിൽ അവരെ നയിക്കുവാനും അവർക്ക് വെളിച്ചമാകുവാനും വിശുദ്ധ അൽഫോൻസാമ്മ എന്നും ശ്രമിച്ചിരുന്നു. സഹനത്തിന്റെ പുത്രി പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും വേദനകളും സഹനങ്ങളും ദുരിതങ്ങളും ദൈവം തമ്പുരാൻ ഒത്തിരി സ്നേഹിക്കുന്നവർക്ക് മാത്രം നൽകുന്ന നിത്യസമ്മാനമാണെന്ന്. ആ സമ്മാനം ഏറ്റുവാങ്ങുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് അൽഫോൻസാമ്മയെ വിശുദ്ധ അൽഫോൻസാമ്മയാക്കി ഉയർത്തിയത്. എൻ്റെ ആത്മനാഥൻ മരിച്ചത് കുരിശിലല്ലേ, അതുകൊണ്ട് എനിക്കും കുരിശിൽ മരിക്കണമെന്ന്, സഹനത്തിന്റെ കുരിശിൽ മരിക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിശുദ്ധ. സഹനത്തെ അവൾ ആനന്ദമായി കരുതി, സഹനത്തെ അവൾ പുണ്യമായി കരുതി. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം സഹനത്തിന്റെ ഒരു കൂദാശയായിരുന്നു. വിശുദ്ധ അൽഫോൻസാമ്മ സഹനത്തിന്റെ മാലാഖയായിരുന്നു. എങ്ങനെയാണ് വിശുദ്ധ അൽഫോൻസാമ്മ സഹനത്തിന്റെ മാലാഖയായി മാറിയത് എന്നല്ലേ? തൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും സഹനങ്ങളും വേദനകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് എന്നിൽ നിന്ന് വെളുത്തു മാറ്റണമേ എന്ന് അവൾ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല. മറിച്ച് ആ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സന്തോഷം സഹിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ എന്നാണ് അവൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ വിശുദ്ധ അൽഫോൻസാമ്മ സഹനത്തിന്റെ മാലാഖയായി മാറി. മാതാവിന്റെ ഗർഭത്തിൽ ഉരുവായത് മുതൽ ഭൂമിയുടെ ഗർഭത്തിലേക്ക് പോകുന്നവരെ അൽഫോൻസാമ്മയുടെ ജീവിതം സഹനത്തിന്റെ ഒരു ഘോഷയാത്രയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് എന്നിൽ നിന്നും എടുത്തു കളയണമേ എന്ന് പ്രാർത്ഥിക്കാതെ എനിക്ക് അത് സന്തോഷം സഹിക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന് ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്കും സഹനത്തിൻ്റെ മാലാഖയായി മാറാം, വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ. സ്തുതിയായിരിക്കട്ടെ.